വീണ്ടും ചായ കുടിക്കട്ടെ. വാ ഷാജി, വാ ഷാഉൽ, വാ. നീ ഇന്നലെ മൂത്രം ഒഴിച്ചിട്ട് പറഞ്ഞില്ലല്ലേ? ഞാൻ ചവിട്ടിയപ്പോഴാണ് കണ്ട തുടച്ച്. പിന്നെ ഞാൻ തുടച്ച് ഒക്കെ വൃത്തിയാക്കി. ചായ കുടിക്കുന്നോ? ദോശ തരാടാ, ദോശ തരാം. അവിടെ നിന്ന് കളിക്ക്. നീ പുറത്ത് കൊണ്ടുപോയി ദോശ തരാം, അല്ലെങ്കിൽ നീ ഇവിടെ എല്ലാം പിച്ചിട്ട് പണിയുണ്ടാക്കും. അതുകൊണ്ട് അവിടെ നിൽക്കി, പുറത്ത് കൊണ്ടുപോയിട്ട് തരാം. ഉമ്മ എന്തേ? അവിടെ നിൽപ്പുണ്ടാ? എൻ്റെ ചേട്ടനാ സ്കൂളിൽ പോണ്ടേ? ഇന്നും പോകുന്നില്ലേ? ഇന്നലെ പോയില്ലല്ലോ. അവൻ ഇന്നും പോകുന്നില്ലേ? സ്കൂളിൽ പോകാൻ പറ, അല്ലെങ്കിൽ അവൻ ഭയങ്കര കുസൃതിയാണ്, എന്നെ ഉപദ്രവിക്കും. അതെന്തോ എടുത്തത്? ആ കാറ് വെച്ച് കളിക്ക്. അവിടെ കാറുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് കളിക്ക്. ആമ, മുയൽ, വാവ എല്ലാം അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവിടുത്തെ വാവയുടേതാ. ഇവിടുത്തെ വാവ വരുമ്പോൾ പിടിച്ച് വാങ്ങിക്കും കേട്ടോ. വാവ വരുന്നത് വരെ നീ കളിച്ചോ. എല്ലാം എടുത്തു സൈക്കിളെടുത്ത് കളിക്ക്. ചെന്ന് വീഴരുതേ. മൂക്കും കുത്തി വീണ് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നിൻ്റെ ഉമ്മയെ കൂടെ വിളിച്ചിട്ട് വാ. ഓറഞ്ച് വേണം? ഓറഞ്ച് ഇന്നലെ തിന്നോളം മതിയായാ? കുറച്ച് കഴിയുമ്പോൾ തരാം, ഉച്ചയോടുകൂടി തരാം. നീ രാവിലെ ഫുഡൊക്കെ വരുന്നറ കഴിക്കുക. ഇത് പുളി മധുരമാണെങ്കിലും വേണ്ട, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാം. പാപ്പ പോയാടാ? മഞ്ഞ് തുള്ളിയായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. മഞ്ഞാണ് മഴ പോലെ വെളുപ്പിനെ വീഴുന്നത്. ഇന്ന് കക്കയിറച്ചി കൊണ്ടുവന്നു. പിന്നെ ഇത് വേറെ മീൻ ഇരിപ്പുണ്ട്. കക്കയിറച്ചി ഇനി ക്ലീൻ ചെയ്തെടുക്കുന്ന കാര്യമാണ് വലിയ പാട്. എന്നിട്ട് വറക്കണം. ഒരു അമ്പലത്തിലൊന്ന് പോകണം. മഹാലക്ഷ്മി ക്ഷേത്രമാണ് അവിടെ പോകുന്നത്. എൻ്റെ ചാനൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ടെമ്പിൾ. മാവെന്നും പിലാവെന്നൊക്കെ നിറച്ച് കരിയില വീഴുന്നതുകൊണ്ട് അതെല്ലാം തൂത്ത്
ആരും അവിടെ കൂട്ടി വെച്ചിരിക്കുന്നു. അന്ന് മഞ്ഞ് വീഴുന്നതുകൊണ്ട് കത്തിക്കാനൊക്കത്തില്ല, നനവുണ്ട്. അത് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് കത്തിക്കണം ഉണങ്ങുമ്പോൾ. ദിവസവും ഇത് തന്നെ പണി. ദിവസവും ഇങ്ങനെ കൊട്ടക്കണക്ക് വീണുകൊണ്ടിരിക്കുക. ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ മുറിച്ച് കളഞ്ഞു. ഇനി ഇതും കൂടെയൊക്കെ മുറിച്ച് കളഞ്ഞാലെന്തെന്ന് വെച്ചാൽ ഇരിക്കുക. അതിനാ കുരുമുളക് വളർത്തി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മുറിക്കാത്തത്. ഇല ഭയങ്കര ശല്യം. തൂക്കാൻ ആളെ കിട്ടുന്നുണ്ട്. തൂക്കാനൊന്നും ഇപ്പം ആരുമില്ല, എല്ലാവരും വേറെ ജോലിക്കാരായി. ആരെ ഒരു സഹായത്തിന് കിട്ടത്തില്ല. നാം തന്നെ ചെയ്യണം എല്ലാം. അവിടെ ഇരിക്കടാ. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ഇരിക്കേ. പൂ മുഴുവനും പറിച്ചെടുത്താ. ഓർക്കിഡ് വെള്ള അത് പറിച്ചെടുത്ത്. അയ്യടാ, നീ ഭയങ്കര കുസൃതിത്താനാണ്. എൻ്റെ ചേട്ടനെ വല്ലു ഇപ്പം നീ. അതൊക്കെ കൊണ്ട് ദൂരോട്ട് കളയണം. പിച്ചിട്ടതില്ല. ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടതേ ഉള്ളൂ. ഇപ്പം നീ വീണ്ടും വൃത്തികേടാക്കിയിടാം. എടാ ഇക്കൂ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നീ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചുകൂടിയേ നിനക്ക്? ദോശ തരാം കേട്ടോ, നീ അവിടെ വെച്ച് കഴിക്കണം. അല്ലെങ്കിൽ എല്ലായിടവും പിച്ച് കേട്ട് കളയും. എന്തോ കിളിയെ കാണാനാ? കിളിയെ കാണാൻ മുകളിലെ റൂമിലാണ് കിളി കിടക്കുന്നത്. എന്നെയും കൊണ്ട് കയറണം, എനിക്ക് കഴിയില്ല. അതെ, ഇവിടുത്തെ അങ്കിള് വരുമ്പോൾ അടുത്ത് കാണിച്ചു തരും. അല്ലെ ഇതെൻ്റെ ഉമ്മയെ വിളിച്ചോണ്ട് വാ, എടുത്തോണ്ട് പോവാൻ. എന്നെ പൊക്കിക്കൊണ്ട് ഇവിടെ കൊണ്ട് കാണിച്ചു തരും. പട്ടിക്കടുത്ത് പോകണ്ടടാ. പട്ടിയായിട്ട് കളിക്കണ്ട, ഒന്നും ചെയ്യില്ല. എന്നാലും എന്നെ അറിയാവുന്നതുകൊണ്ടൊന്നും ചെയ്യില്ല. നീ വാല് പിടിക്കാതെ. അവിടെ നിൽക്കട്ടെ. ഇന്ന് ഒരുപാട് ജോലികളുണ്ട്. പിരിയൻ മുളക് ഉണക്കണം. നല്ലവണ്ണം ഉണക്കി ഒടിയുന്ന പോലെ ആയാലേ അയാൾ പൊടിച്ചു തരത്തുള്ളൂ. അതൊരു പണിയാണ്. പിന്നെ അമ്പലത്തിലൊന്ന് പോകണം. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോകണം. ചൊവ്വാഴ്ചയല്ലേ, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. രണ്ടിടത്തും പോകണം.
എല്ലാം കൊണ്ട് കഴുകി വെക്കട്ടെ. വെച്ചിട്ട് വരാം. എനിക്ക് അമ്പലത്തിൽ പോകണോടാ. ശരി.